എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. അതായത് ഈസ്റ്റർ അല്ലേ, അപ്പൊ എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഡക്ക് റോസ്റ്റ് ഉണ്ടാവും എന്ന് ഉറപ്പാണ്. എന്നാൽ ഇവിടെ ഡക്ക് റോസ്റ്റ് അധികം ആരും കഴിക്കില്ല. പക്ഷെ ആ ഒരു പ്രിപ്പറേഷനും ആ ഒരു ഗ്രേവിയുടെ കളറും ആ ഒരു ടേസ്റ്റും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഡക്ക് റോസ്റ്റ് തയ്യാറാക്കുന്ന പോലെ നമുക്കൊരു ചിക്കൻ തയ്യാറാക്കാം. ഇതേ റെസിപ്പി ഡക്ക് വെച്ച് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ, 20 തൊട്ട് അരമണിക്കൂർ വരെ മതി ഡക്ക് വേവാനായിട്ട്. അപ്പൊ അത്രേ വ്യത്യാസമുള്ളൂ. ചിക്കൻ എല്ലാവർക്കും അറിയില്ലോ, അതിന്റെ വേവിന്റെ സമയമൊക്കെ അറിയില്ലോ. അപ്പൊ ഞാൻ ചിക്കൻ പ്രിപ്പയർ ചെയ്യാണ്. പക്ഷെ ഇതേ റെസിപ്പി നിങ്ങൾ ഡക്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ മക്കള് ഡക്ക് കഴിക്കില്ല. അത് കാരണം കൊണ്ട് ഈവൻ എനിക്കും അത്ര ഡക്ക് ഇഷ്ടമല്ല. അതിന്റെ ഗ്രേവി കഴിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, കഷ്ണമൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ അതേപോലെ ഇങ്ങോട്ട് ചിക്കൻ തയ്യാറാക്കാന്ന്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ നമുക്ക് നല്ല ഡക്ക് റോസ്റ്റ് തയ്യാറാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ആ പറയുന്ന രീതിയിൽ തയ്യാറാക്കിയാലാണ് അതേ ടേസ്റ്റിലും അതേ ഫ്ലേവറിലും നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാ ഒരു സൂപ്പർ ഡക്ക് റോസ്റ്റ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എന്നാ പോരും. നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാനുള്ള എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ 1 കിലോ ചിക്കൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.100 ഉണ്ട് ഇത്. ഡക്ക് ചെയ്യുന്നവരെ ഒരു ഡക്ക് അങ്ങനെയല്ലേ മേടിക്കുക, 1 കിലോ എന്നല്ലല്ലോ. അപ്പോൾ ഒരു ഡക്കിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇത്ര മതി കേട്ടോ. ഇനി സവോള, അത്യാവശ്യം വലുപ്പമുള്ള 3 സവോള ചെറുതായി അരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ വേണ്ട, ഒരു മീഡിയം സൈസുള്ള ഒരു പൊട്ടറ്റോ ഇതുപോലെ അധികം കനയില്ലാതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് പറയാം കേട്ടോ. ആദ്യം തന്നെ അത് ചേർക്കാൻ പറ്റില്ല. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. നന്നായി പൊടിയായി അരിഞ്ഞിട്ടുള്ള ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 6 വെളുത്തുള്ളി കേട്ടോ. അത് ചൈനീസ് വെളുത്തുള്ളി വലുതുണ്ടല്ലോ, അതാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു കുടം ചേർക്കണം കേട്ടോ. അതുപോലെ 5-6 പച്ചമുളകും വെച്ചിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് ചേർക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചേർത്തിട്ട് ഉണ്ടാക്കണം കേട്ടോ, എന്നാലാണ് അതിന് സ്വാദ് ഉണ്ടാവുക. ഇപ്പം ഞാൻ 2.5 ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഏലക്ക, ഒരു 3 ഏലക്ക തരി ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തരി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, തോല് ചേർക്കുന്നില്ല. ഒരു 3 എണ്ണമാണ്, അത്യാവശ്യം വലുപ്പമുള്ള ഏലക്കായ 3 എണ്ണം ചേർത്തിട്ടുണ്ട്. ഒരു 4 ഗ്രാമ്പൂ ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒപ്പം തന്നെ സാദാ ജീരകം ഉണ്ടല്ലോ, നമ്മുടെ നാടൻ ജീരകം ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണ് സാദാ കറിക്കുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പെരുംജീരകം അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സാദാ കറിക്കുള്ള ജീരകം ഉണ്ടല്ലോ, ആ നാടൻ ജീരകം ചേർക്കണം കേട്ടോ, എന്നാലാണ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇതൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് മൂത്ത് വന്നു. ഇപ്പോൾ ഈ നേരം മതി. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനിപ്പോൾ ഒരു 5-6 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്നൊന്ന് ഉള്ളി വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കൻ ചേർത്തതിന് ശേഷം ഉപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ, അധികമായി പോകരുത്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുത്ത് കണ്ടോ, അതിൻ്റെ നിറമെല്ലാം മാറി ക്രിസ്റ്റൽ പരുവം മാറി അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതായത് ഉള്ളി നന്നായി മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഈ സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവണമെന്നില്ല കേട്ടോ ഉള്ളി. ഇത് ഈ ഒരു പരുവം, അതായത് നന്നായി മുരിഞ്ഞ് വന്നാൽ മതി. ആ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒപ്പം തന്നെ കുറച്ച് നാളികേരക്കൊത്ത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിടി പച്ചമുളകൊക്കെ മാറി അത്യാവശ്യം ഉള്ളി ഒന്ന് മുരിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു 6-7 മിനിറ്റ് നേരം ഇടയ്ക്ക് ഉള്ളി ഇളക്കി കൊടുത്തതാ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറി ഉള്ളി നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. നിറച്ച് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ സ്പൂണിൽ. അപ്പോൾ മല്ലിപ്പൊടി കുറച്ചധികം നമുക്ക് ഈ ഒരു
റെസിപ്പിക്ക് വേണം. 4 ടീസ്പൂണോളം നിറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതും നിറച്ചൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളകും പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിന് ചേർക്കുക, നോക്കി ചേർക്കുക. ഒരു 3/4 ടീസ്പൂൺ ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഇതിപ്പോൾ മീഡിയം എരിവിലുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ അതിലേക്ക് ചേർത്തത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. എപ്പോഴും പൊടികൾ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടേ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് കരിഞ്ഞു പോകും. ഇനി ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് തന്നെ ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് പൊടികളൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് പൊടിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയുടെ അളവ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത്. നമുക്ക് നോക്കി ചേർത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് റോസ്റ്റാക്കി എടുക്കണ്ടല്ലോ, ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഓരോരോ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ്. മാത്രമല്ല അതിൻ്റെ നമുക്ക് വേണ്ടതിനനുസരിച്ച് എണ്ണ വരുള്ളൂ. ഇപ്പം ഞാൻ ഏകദേശം ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് പൊടിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമുക്ക് പൊടി ഒരിക്കലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കളറും അതിൻ്റെ മണവും എല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പൊടികളൊക്കെ ഒന്നും ഇളകിപ്പോരും. ഇത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇങ്ങനെ അടിയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എണ്ണയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് അല്ലാതെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഡക്ക് ചേർത്ത് കൊടുക്കാം. ഡക്ക് ചേർക്കുന്നവർ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ആ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കട്ടെ. കണ്ടോ, ഇത് ഇങ്ങനെ നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ടാണ് വരുന്നത്. നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അടി പിടിക്കില്ല. എണ്ണയും നമുക്ക് പാകത്തിന് ചേർത്താൽ മതി. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്ത്, അതായത് ഒരു 1/4 ഗ്ലാസും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ചിക്കനിൽ തന്നെ ബാക്കിയുള്ള വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വരും. ഇനിയിപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു 4 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗവ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ചിക്കനാണ്. ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഡക്ക ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഡക്കിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 20 to 30 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ താറാവ് നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വീണ്ടും ഞാനൊരു 5 മിനിറ്റും കൂടി അടച്ചു വയ്ക്കുകയാണ്. അതിനുശേഷം എന്താ തുറന്ന് നോക്കാം. ഈ സമയത്ത് ഏകദേശം ചിക്കനൊക്കെ ഒരു പകുതി വെന്തിട്ടുണ്ട് കേട്ടോ. ഗ്രേവിയൊക്കെ കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു കറിക്ക് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, അതുപോലെ ഒട്ടും തന്നെ മുളക് പൊടിയും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കാം. നമ്മൾ സവോള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടിരുന്നില്ലേ, ഞാൻ ഉപ്പ് മതിയൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രേവിക്കും ചിക്കനും ഒക്കെ പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ സ്റ്റൗ വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വീണ്ടും ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് നന്നായിട്ടുള്ളൊരു പരുവാവും കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അടി പിടിക്കുമില്ലെങ്കിൽ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ കണ്ടോ നന്നായിട്ട് വെന്ത് കാണും. നമുക്ക് നോക്കാം. ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് അതിൽ ചേർന്നിട്ടുണ്ട്. അതായത് ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്ന് നല്ല അടിപൊളി ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് റോസ്റ്റായി എടുക്കുമ്പോഴേ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് അതിൽ ചേർന്ന് പെരണ്ട് കിട്ടണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ചിക്കൻ ഏകദേശം ആയി, ഒരു 90% ചിക്കൻ ആയി എന്നർത്ഥം.
ഈ സമയത്ത് നാളികേരപ്പാൽ, ഒന്നാം പാലാണ് കേട്ടോ, തലപ്പാൽ എന്ന് പറയില്ലേ, ആ തലപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു നാളികേരത്തിൻ്റെ, ഒരു മുറി നാളികേരത്തിൻ്റെ തലപ്പാലാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് തലപ്പാലും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. നാളികേരപ്പാൽ ഇഷ്ടമില്ലാത്തവർക്ക് നന്നായിട്ട് നാളികേരപ്പാൽ ചേർക്കാതെ റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ നാളികേരപ്പാലും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി വരുന്നത് കേട്ടോ. അപ്പോൾ ഡക്കൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, നല്ലോണം കറുത്തിരുണ്ട് നല്ല അടിപൊളി ഫ്ലേവറായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. ഇതേ റെസിപ്പി നിങ്ങൾക്ക് ഡക്കിൽ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണേ. അപ്പോൾ നമുക്കിനി ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് തിള വരട്ടെ. തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഒപ്പം തന്നെ ഈ നാളികേരപ്പാൽ ചേർത്തതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇനി വേറൊരു സാധനം കൂടിയും ചേർക്കാനുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ലാസ്റ്റേ പൊട്ടറ്റോ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് വെന്തുടഞ്ഞ് ആകെ ഗ്രേവി കൂടെ മിക്സായി സ്വാദുണ്ടാവില്ല. അപ്പം നമുക്ക് ഗ്രേവി ഇങ്ങനെ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒട്ടാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി പൊട്ടറ്റോ ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് നമുക്ക് പൊട്ടറ്റോ വേവിച്ചെടുക്കാം. ഉടഞ്ഞു പോവാതെ കിട്ടാൻ ഇതാണ് ഏറ്റവും നല്ല വഴി. ഇനി നമുക്കത് വേവട്ടെ, വെയിറ്റ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് നമ്മളങ്ങനെ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇന്നത് നമുക്ക് കുറുകി പെരണ്ട് കിട്ടണമല്ലോ. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഏകദേശം വെന്ത് കാണും. നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പൊട്ടറ്റോ വെന്തോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. പൊട്ടറ്റോ ഇങ്ങനെ എടുത്ത് നമുക്കൊന്ന് സൈഡിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി, വെന്തോ എന്ന് മനസ്സിലാവും. കണ്ടോ, പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടി, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിന് പാകത്തിനുള്ള വേവായിട്ടുണ്ട് പൊട്ടറ്റോ. ഇനി നമുക്കത് വേവിച്ച് കഴിഞ്ഞാൽ ഗ്രേവി കൂടെ മൊത്തം അങ്ങോട്ട് ഉടഞ്ഞ് ടേസ്റ്റ് തന്നെ മാറും ഗ്രേവിയുടെ. ഇനി നമുക്ക് തുറന്ന് വെച്ചാണ് കേട്ടോ വരട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ കണ്ടോ 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ട്. തുറന്ന് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നമുക്ക് ഇനി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 ടീസ്പൂണും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ, വേണം ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. പക്ഷേ റോസ്റ്റിൽ കുറേശ്ശെ എണ്ണയുടെ ഒരു അംശം, അതായത് വെളിച്ചെണ്ണയുടെ ഒരു മണവും ആ ഒരു അംശമൊക്കെ ഉണ്ടെങ്കിലാണ്, ഡ്രൈ ആയിട്ടല്ലാതെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കണേ, നല്ല സ്വാദാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 6-7 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വരട്ടിയെടുക്കണം. അടച്ചു വെക്കേണ്ട, തുറന്ന് വെച്ച് കൊടുത്ത് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ തുറന്ന് വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്താണ് ആ ഒരു റോസ്റ്റ് കറക്റ്റ് ഫ്ലേവറിലും അതേപോലെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, കാണാനുള്ള ഒരു കളറും എല്ലാം കറക്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വരെ പെരിഞ്ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടി ഒന്നല്ല, സാധാ പച്ച പെരിഞ്ജീരകപ്പൊടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പെരിഞ്ജീരകം പൊടിച്ചതാണത്. വറുത്തതാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റും കൂടി ഇരിക്കട്ടെ. തുറന്ന് വെച്ച് ഏകദേശം ഒരു 6-7 മിനിറ്റ്, ഒരു 10 മിനിറ്റ് വരെ ആയാലും കുഴപ്പമില്ല. ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. വെന്തതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കണ്ടോ തിളച്ച് അതിന് എണ്ണയെല്ലാം ഇതുപോലെ തിളച്ച് വരണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് അതിൻ്റെ സ്വാദ് കിട്ടുള്ളൂ. എണ്ണ കുറവ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വീണ്ടും പറയണു കുറച്ച് ഉപയോഗിക്കാം. പക്ഷേ ആ ഒരു റിയൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ റോസ്റ്റിൽ അത്യാവശ്യം എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വല്ലപ്പോഴൊക്കെ അല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തുറന്ന് തിളച്ച് ഒരു ഏകദേശം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞാൽ അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. കണ്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി ഗ്രേവിയാണ് കേട്ടോ. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ ട്രൈ ചെയ്താൽ വീണ്ടും ട്രൈ ചെയ്യും. ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇനി ഇത് ഞാൻ അങ്ങനെ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സെർവ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വന്നില്ല, അത്ര ടേസ്റ്റും നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു റോസ്റ്റിന്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ പ്ലേറ്റിലേക്ക് ഞാൻ സെർവ് ചെയ്തു. ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കണ്ടേ.
അങ്ങനെ നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡക്ക് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് ഡക്ക് റോസ്റ്റിനെ വെല്ലുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ, ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ആ മസാലയൊക്കെ ചേർത്ത് നാളികേരക്കൊത്തും ഉണ്ട് അതിൽ, അങ്ങനെ എടുത്ത് കഴിക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ കണ്ട, ഇതുപോലെ സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ ഗ്രേവി, ആ മസാല ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് എനിക്ക് ലെഗ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഡക്ക് ചെയ്ത് നോക്കാം, ഒന്നും പറയാനില്ല. സൂപ്പർ ഗ്രേവിയാണ്, ബാച്ചിലേഴ്സിന് വരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മസാലയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. മാത്രമല്ല, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. എന്നാലും ഞാനിടുന്ന റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. വേറൊരു ടേസ്റ്റി റെസിപ്പിയായി കാണാം. താങ്ക് യു.